അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 17ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ. 17 നോമ്പായി, 17ാമത്തെ നോമ്പാട്ടെന്ന്. അപ്പോൾ നോമ്പൊക്കെ നോറ്റ് എല്ലാവരും നോമ്പൊക്കെ നോറ്റിണ്ടാകും. അപ്പോൾ ഇന്ന് ബദരീങ്ങളാണ്ടൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് നമുക്കിന്ന് ബദരീങ്ങളാണ്ടിന് പള്ളിയിൽ നിന്ന് ഇതൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ, അരിയും ബീഫൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. നമ്മളവിടെ അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെ എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ പത്തിരി പള്ളിയിൽ കൊണ്ടുകൊടുത്താണ്ട് ബീഫും വാങ്ങി വരല, ചിലയിടത്തൊക്കെ അങ്ങനെയാണ് ഉള്ളത്. ഞങ്ങൾ അവിടെയൊക്കെ അങ്ങനെയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇവിടെ നമുക്ക് ആദ്യം ഇങ്ങനെ ചോറ് ആദ്യമൊക്കെ ചോറ് ഇട്ടലുണ്ടായിരുന്നു കേട്ടോ, വെച്ച ചോറ്. പക്ഷെ ഇപ്പം കുറച്ചിടയായിട്ട് നമുക്ക് അരിയും ബീഫും അങ്ങനത്തതൊക്കെ കിട്ടലാട്ടോ. അപ്പം അരി ഒരു കിറ്റ് ഉണ്ടാവും, അതിൽ നെയ്യ്, അണ്ടി, മുന്തിരി, പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബീഫും ഉണ്ടാവും, അങ്ങനെയായിട്ട് കിട്ടല്. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കണം ഇന്ന് നമുക്ക് ബദരീങ്ങളാണ്ടായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാലും അതിനോട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സാധാരണ ഞങ്ങൾ നെയ്ച്ചോറൊക്കെ വെക്കലാട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇന്ന് കുട്ടികളൊക്കെ ഉണ്ട്, പിന്നെ അമ്മോൻ്റെ മകളൊക്കെ ഉണ്ട് കേട്ടോ, ഓള് നല്ല വിരുന്നൊക്കെ വന്നിക്കണ്. അപ്പോൾ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ, സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ സ്പെഷ്യൽ. അപ്പം മക്കൾ ഇതാ പോകുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാക്കണ പോകുന്നു കേട്ടോ മക്കൾ, ഇൻ്റെതും പൊണ്ണൂൻ്റെതും പിന്നെ അമ്മോൻ്റെ മകളും അതിലൊക്കെ ഉണ്ട്. അവിടെ ഒരു പുളിമരം ഉണ്ട് കേട്ടോ, അയിമക്ക് പോവാണ്, പുളി പൊറുക്കാൻ പോവാട്ടോ. വെച്ച് തീയൊക്കെ മൂട്ടി സാധനമൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ അതാട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ പള്ളിക്ക് നിന്ന് കിട്ടിയ കവറ്, അതിലുള്ള സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനത്തെ ഒരു പാക്ക് ഉണ്ടാവും, പട്ട, പൂവ് അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു പാക്ക് ഉണ്ടാവും, ഗരം മസാലൻ്റെ. പിന്നെ ഇങ്ങനത്തെ ഒരു ഡാൽഡൻ്റെ ഒരു നെയ്യ് ഉണ്ടാവും, പിന്നെ RKGൻ്റെ ഒരു നെയ്യും ഉണ്ട് കേട്ടോ. പിന്നെ അണ്ടി, മുന്തിരി, അരി, ഇത്ര ഉണ്ടാവും. ബീഫും ഉണ്ട് കേട്ടോ, ഇത്ര ഉണ്ടാവും കേട്ടോ അരി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടല് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കിട്ടല് എന്ന് കമൻറ്റ് ഇടേണ്ടിട്ടോ. നമ്മൾ സ്പെഷ്യൽ എന്താ വെച്ചാലില്ലേ, ഇങ്ങനെ തേങ്ങയും പായൊക്കെ ഇട്ടിട്ട് ഉന്നക്കായിൻ്റെ വേറൊരു സാധനം ഉണ്ടാക്കാട്ടോ. നമ്മൾ ഉന്നക്കായ ആക്കുമ്പോൾ തികയൂല, നല്ല ടേസ്റ്റ് ആട്ടോ. അത് നമ്മളിങ്ങനെ ഉണ്ടാക്കലുണ്ട്, എല്ലാവരും ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ പായ ഇങ്ങനെ പിങ്ങിക്കാണ്ട് ഉടക്കുക, എന്നിട്ട് അതിക്ക് തേങ്ങയും അണ്ടി, മുന്തിരി അങ്ങനത്തതൊക്കെ അതിക്ക് ഇട്ട് കൊടുക്കുക, നെയ്യൊക്കെ ആക്കിയാണ്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് മാവിൽ മുക്കി പൊരിക്കുക. ഞാൻ വീഡിയോ റെസിപ്പി ചെയ്തിരിക്കണത് എൻ്റെ. അപ്പം എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യലില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്ന് ഇതാണ് നമുക്ക് പൊരിയായിട്ടുള്ളത് കേട്ടോ. ഇത് ചോറൊക്കെയുള്ള ഇതൊക്കെ അരിഞ്ഞു വെച്ചതാട്ടോ. അടുപ്പ് കേടുന്നതിനോട് രണ്ടടുപ്പിൽ തീയൊക്കെ കൂട്ടിക്കണം കേട്ടോ. ഇന്ന് ഈ അടുപ്പിൽ കുറേ കാലമായിട്ട് അങ്ങനെ തീ കത്തിക്കലേ ഇല്ല കേട്ടോ. അപ്പം ഇന്ന് ഇത് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ഉള്ളിയൊക്കെ വാട്ടിൽ തുടങ്ങിയിട്ട് കേട്ടോ ബിരിയാണിക്കുള്ള. നോമ്പറക്കാൻ ബിരിയാണി ആയതുകൊണ്ട് ഇന്ന് വല്ലാതെ പണിയൊന്നുമില്ല കേട്ടോ. ഉള്ളി സാധനമൊക്കെ അരിയലും പിടിക്കല് അങ്ങനത്തതൊക്കെ കഴിഞ്ഞിക്കണ്, അതുകൊണ്ട് പിന്നെ പണിയൊന്നുമില്ല. ഇനി അങ്ങനെ മസാല ആക്കി. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ തിളപ്പിച്ച് ഊറ്റിക്കാണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പം അതിന് ഇപ്പുറത്ത് തീ ഊട്ടിക്കണ് ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഉമ്മച്ചിയാണ് ബിരിയാണി ഉണ്ടാക്കണ ആള് മെയിന്. അപ്പം ഉമ്മച്ചി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളതാണ് ടേസ്റ്റ് തിന്നാൻ. അപ്പോൾ ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഉമ്മച്ചി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. സഹായിക്കണില്ലാന്ന് പറഞ്ഞതിനോട് ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് സഹായിക്കാൻ പറ്റും. കറിവേപ്പിലിടണ്ടേ? ഇവിടുത്തെ ബീഫ് ബിരിയാണി വേറെ മോഡലാട്ടോ. ബിരിയാണി ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, റെസിപ്പി എടുക്കണില്ല, ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ വായക്കാലത്ത് അവിടെ ഉണ്ടാക്കുന്നത് വേറെ മോഡൽ ബിരിയാണി. അവിടെ അധികം അങ്ങനെ മസാല ഒന്നും ഇടാത്തൊരു ബിരിയാണി കേട്ടോ അവിടുത്തത്. പക്ഷെ ഇവിടുത്തത് വേറെയാണ് കേട്ടോ. അപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മൾ. പൊണ്ണു ഇതാക്കുന്ന ഇവിടെ തക്കാളിയൊക്കെ അരിയുണ്ട്. പിന്നെ പഴത്തിനെ ചൂടാറിയിട്ട് വേണം കേട്ടോ അതിനെ ഉടച്ചുണ്ടാക്കാൻ. ഇതെന്താണ്? മസാല ഉണ്ടാക്കാം. ഇത് ബിരിയാണി മസാല ഉണ്ടാക്കാം കേട്ടോ, വറുത്ത് പൊടിക്കുക. ബീഫ് ബിരിയാണിക്കുള്ള ബീഫിനെയൊക്കെ ഇതാക്കണം വേവിച്ച് വെച്ചിക്കണം കേട്ടോ. നല്ല കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിക്കാണ്ട് വേവിച്ചതാണ്. മസാല തായോടൊക്കെയുണ്ട്. ഇന്ന് പൊടികളൊക്കെ ഇടണം കേട്ടോ, ബീഫ് മസാല പൊടികളൊക്കെ ഇടണം. മനെ ബിരിയാണി ഉണ്ടാക്കാനാക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഞാനാട്ടോ ബിരിയാണി ഉണ്ടാക്കിയത്. ഇല്ലമ്മ, മസാലയൊക്കെ ആക്കിയത് ഞാനാട്ടോ. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, തിന്നു നോക്കിയാലേ അറിയുള്ളൂ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയാണ്. വെള്ളം തിളക്കണ്ടായിരിക്കോളി. അപ്പം വെള്ളം തിളക്കാൻ തുടങ്ങിക്കണം കേട്ടോ. ഉണ്ടോ തിളച്ച് മറയുണ്ടമ്മ അരി ഇട്ടു. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടോ. പൊടികളൊക്കെ ഇട്ട് സെറ്റാക്കിക്കണ്. നമുക്ക് ചോറിനെ ഊറ്റിയാണ്ടേക്ക് ഇടാം കേട്ടോ. ഇത് പിന്നെ നമ്മളെ ചോറ്റക്ക് ഇടാനുള്ള ഉള്ളിനെ പൊരിക്കുക കേട്ടോ. ഇത് നൊറൂലിട്ട് കൊടുക്കാൻ നമുക്ക് ചോറ്റക്ക്. ഇത് എല്ലാവരും ഒന്നും ഇങ്ങനെ ഇടൂലെന്ന് എനിക്ക് തോന്നുന്നു. ചിലയിടത്തൊന്നും കാണലില്ല ഇത് ഇങ്ങനെ ഇടുന്നത്.
നമ്മളിങ്ങനെ പൊരിച്ചാണ്ട് ഇട്ടു കൊടുക്കും. അണ്ടി മുന്തിരി ഇതൊക്കെ പൊരിച്ചാണ്ട് ഇടും. ചിലയിടത്തൊന്നുമില്ല. നമ്മളെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടോ. സാധനമൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഉള്ളതിനോട് തന്നെ ഭയങ്കര സൗണ്ടും ഒച്ചപ്പാടും നിലവിളി വിളിയൊക്കെയാണ് കേട്ടോ. ഐസമോളെ സൗണ്ട് ആട്ടോ അപ്പോൾ കേൾക്കുന്നത്. 4 കൂടി കൂടിക്കാണ്ട് പേരും ഒച്ചയും ബഹളും ഇതൊക്കെ ആട്ടോ. അയലോക്കാരൊക്കെ അറിയും. ഏതായാലും ഇവിടെ എല്ലാവരും ഉള്ളത് അയലോക്കാരൊക്കെ അറിയും കേട്ടോ. നാളെ ഒരു പോകും കിട്ടും. പിന്നെ തീരെ ആട്ടും എനക്കും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമാവില്ലേ. അപ്പം പിന്നെ തീരെ ആട്ടും എനക്കും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഐസമ്മും ഇതൊന്നും ഓളോ ഒച്ചപ്പാടും ഇതൊന്നും ഓക്കും ഉണ്ടാവില്ല. ഓള് എവിടെയെങ്കിലും ഓളും കുത്തിറക്കും. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്കാവില്ല. പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളതിനോട് തന്നെ ഓക്കല്ല ഉസാറാട്ടോ. അപ്പോൾ സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. ഞങ്ങൾ ബിരിയാണി ആയതുകൊണ്ട് പിന്നെ വേഗമൊക്കെ ആയിട്ടോ. ബിരിയാണി ആകുമ്പോൾ പിന്നെ വേഗം പണി വെച്ചല്ലോ. പത്തിരിയൊക്കെ ഉണ്ടാക്കണ എല്ലാവരും എളുപ്പം എനിക്കോണം ചോറല്ലേ. ഞങ്ങളധികം ചോറ് തന്നെ ഇട്ട് ഉണ്ടാക്കൽ. പത്തിരി അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കില്ല. അധികം ചോറ് തന്നെ ഇട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ചോറൊക്കെ ഉമ്മച്ചി കുത്തിക്കണം കേട്ടോ. ഞാൻ ജ്യൂസൊക്കെ അടിച്ച് ഉമ്മച്ചി ചോറൊക്കെ കുത്തി ഒക്കെ റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞതിന് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഒതിന് പടകൾ അടുക്കളയിലെത്തിയിട്ടോ. അപ്പം പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കി. ഒക്കെ കൂടി വന്ന് പേരും സൗണ്ടായിരിക്കും. അപ്പം പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കിയതാട്ടോ. അപ്പോൾ എന്താ നിങ്ങളൊക്കെ വിശേഷങ്ങളെ വീട്ടിലൊക്കെ എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ഇടേണ്ടി കേട്ടോ. ബദിരിങ്ങളാണ്ടൊക്കെ ആയിട്ട് നിങ്ങളവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് ഒക്കെ കമൻറ്റ് ഇടേണ്ടി കേട്ടോ. ഞങ്ങളവിടെ എങ്ങനെ കേട്ടോ. അപ്പോൾ കിട്ടിയതിനോട് ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നല്ല ഇതാട്ടോ. പിന്നെ ഒരു വിരുന്നുകാരി ഉണ്ടല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ആക്കിയതാട്ടോ. കുരങ്ങന്മാരുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ നേരത്തും ഓല് വന്നിക്കണ്. അപ്പോൾ നിറച്ചുണ്ട് കേട്ടോ. ആ തൊടിയിൽ കൂടെ ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഒന്ന് വലിയ വീഡിയോ ഒന്നല്ല. അന്ന് അധികം ഒന്നും എടുത്തിട്ടുമില്ല. അന്ന് കാര്യമായിട്ട് അങ്ങനെ എടുക്കാനും ഇല്ല. അപ്പോൾ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വിഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 7ാമത്തെ നോമ്പിൻ്റെ വിഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇന്ന് വത്തക്ക ജ്യൂസ് തന്നെയാണ് കേട്ടോ. ജ്യൂസ് മാറിയിട്ടൊന്നുമില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ പൊരി. ഇന്ന് ഇതൊരു പേരില്ലാത്തൊരു പൊരിയാണ്. പേരത് നമ്മൾ ഉന്നക്കായൻ്റെ അതേ ഫില്ലിങ് ആട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ അത് മൊത്തത്തിൽ ഇങ്ങനെ കുഴച്ച് മാവിൽ മുക്കി പൊരിക്കണതാട്ടോ. പിന്നെ കട്ടൻ ചായ ഉണ്ട്. ഇന്ന് ചോറായതുകൊണ്ട് കട്ടൻ ചായയാണ് കേട്ടോ. പിന്നെ അതാ ചോറ്, നല്ല ബിരിയാണി ആട്ടോ. ബിരിയാണി വലിയ തട്ടുക്ക് എടുത്തതാട്ടോ. ചൂടാറിയും ചെയ്തോട്ടെ, കുറേ ആൾക്കാരുള്ളതല്ലേ എഴുതിയാണ്ട് വലിയ തട്ടുക്ക് എടുത്തതാട്ടോ. പിന്നെ മസാല ബീഫ് ബിരിയാണി ആട്ടോ. പിന്നെ അതാ ലൈമും ഉണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ലൈമും അടിച്ചിട്ടോ. വത്തക്ക ലൈമും കൂടി അടിച്ചിട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. നമ്മളെ 17ാം നോമ്പിൻ്റെ കേട്ടോ. 17 ആണ്ടിൻ്റെ അന്നത്തെ വിഭവങ്ങളാട്ടോ. കാരക്ക എടുക്കാൻ മറന്നിക്കണം കേട്ടോ. കാരക്ക ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കാരക്കയും കൂടി കൊണ്ടുവന്ന് വെക്കട്ടെ കേട്ടോ. നമ്മളെ തൈരും സാലഡും ഉണ്ട് കേട്ടോ. ഇത് എടുക്കാൻ മറന്നതാട്ടോ. ഞാൻ ഇപ്പോൾ എടുത്ത് കൊണ്ടുവന്നതാണ്. എടുക്കാൻ മറന്നു. ഇതും കാരക്കൊക്കെ എടുക്കാൻ മറന്നീന് കേട്ടോ. ഇത് പൊണ്ണൂൻ്റെ ഒരു സ്പെഷ്യൽ സാലഡാട്ടോ. അങ്ങനെ ക്യാരറ്റും മറ്റേ കക്കരിയും വെല്ലുള്ളിയൊക്കെ ഇട്ടിട്ട് കുരുമുളകും പിന്നെ എന്താ ഉപ്പൊക്കെ ഇട്ടാണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നാളൊരു സോൾ ഉണ്ടാക്കിനി. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചോറ്റ് ബിരിയാണി ആയതുകൊണ്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ നോമ്പറക്കാനുള്ള വിഭവങ്ങളും സാധനങ്ങളൊക്കെ. അപ്പം ഞങ്ങളെല്ലാവരും നമ്മളൊപ്പം തന്നെ കേട്ടോ. നമ്മളൊപ്പം തന്നെ കേട്ടോ സാധനങ്ങളൊക്കെ തിന്നലും. അപ്പോൾ ഐസമോളൊക്കെ വന്നിരിക്കലോ ഐസമോളൊക്കെ വന്നിരിക്കലോ തുടങ്ങിയേക്കോ കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല. ബാങ്ക് കൊടുക്കാനൊന്നും ആയില്ല കേട്ടോ. ഒക്കെ വന്നിരിക്കൽ തുടങ്ങിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ അടിക്കുക. അപ്പോൾ ഞാൻ നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ടാറ്റാ ബൈ ബൈ.